ആ കപ്പലിൽ നിങ്ങൾ കേറിക്കൊള്ളുക. ബിസ്മില്ലാഹി. ഒരു ഇമാലത്തിന്റെ വാക്ക് പറയേണ്ടത് ഖുർആനിൽ ഏകാരമുള്ള സ്ഥലം ഇത് മാത്രമാണ്. അതായത് വെള്ളത്തിൽ നിന്നുള്ള കപ്പലിന്റെ ഒഴുക്ക് പോലെ ആവണം. മനസ്സിലായില്ല? നല്ല വെള്ളത്തില് കപ്പൽ ഒഴുകാൻ തുടങ്ങുമ്പോ കപ്പൽ ഇങ്ങനെയല്ലേ പോവാ, കപ്പൽ ചിരിഞ്ഞാ പോവാ. മനസ്സിലായില്ല? നിങ്ങൾ കപ്പൽ കണ്ടിട്ടുണ്ടാ? നിങ്ങൾ തോണി കണ്ടിട്ടുണ്ടാ? മനസ്സിലായില്ല? കപ്പലും തോണിയും വെള്ളത്തില് ചെരിഞ്ഞാ പോവാ. മനസ്സിലായില്ല? അതായത് അതിന്റെ നങ്കൂരത്ത് നിറങ്ങാന്നർത്ഥം. അല്ലാതെ എന്തല്ല, ഉൾക്കടലിൽ പോകുന്നതല്ല. ഉദാഹരണം കരക്ക് കയറ്റിയ തോണി കരയെന്ന് അങ്ങോട്ട് എടുക്കുമ്പോ ഒരു ചെരിഞ്ഞിറങ്ങും. ഈ ചെരിച്ചിൽ എന്തിനുണ്ട്? ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ. മജ്റേഹാ, ബിസ്മില്ലാഹി മജ്റാഹ എന്ന വാക്ക്. പക്ഷെ അങ്ങനെ ഓതാൻ പാടില്ല. മജ്റേ ഏകാരം ഖുർആനിൽ ഇവിടെ മാത്രമാണ്. പിന്നെ അവിടെ ഏകാരല്ല. ഖുർആനിൽ ഏകാരമുള്ള ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ. അത് കപ്പലിന്റെ പോക്ക് പോലെ നമ്മളെ വാക്കാക്കുക. മനസ്സിലായി? ബിസ്മില്ലാഹി മജ്റാഹ എന്നല്ല, ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ. മജ്റേഹാ, ബിസ്മില്ലാഹി മജ്റേഹാ വമുർസാഹാ. മജ്റേഹ, അത് മനസ്സിലായി പറഞ്ഞത് കപ്പലിന്റെ. അതായത് നങ്കൂരം വിട്ടാൽ പോകുന്ന തോണിക്കൊക്കെ എന്തുണ്ടല്ലോ സ്വാഭാവികമായും ഒരു ചെരിവ്. ആ ചെരിവ് ഇവിടെ ബിസ്മിലും കൊടുക്കണം. പിന്നെ ബിസ്മില്ല എന്ന് മാത്രം പറയാൻ കാരണം അന്ന് നൂഹിന് ആകെ അള്ളാഹു തആല ബിസ്മില്ല മാത്രമേ ഇറക്കി കൊടുത്തിട്ടുള്ളൂ. എന്തില്ല? റഹ്മാനി റഹീം ഇല്ല. റഹ്മാനി റഹീം കൂടിയ ബിസ്മി അള്ളാഹു ആദ്യം അയച്ചു കൊടുത്തത് സുലൈമാനാണ്. ആ സുലൈമാന് അള്ളാഹു മാനത്ത് പറക്കാനുള്ള കഴിവും നൽകി. അത്രയും പ്രധാനപ്പെട്ട ആയത്താണ് അതെന്നർത്ഥം. അതുകൊണ്ടാണ് അതിന് മാനത്ത് പറക്കാൻ കഴിയും. മനസ്സിലായില്ലേ? മാനത്ത് വെള്ളത്തിലിറങ്ങിയ ആൾക്ക് ബിസ്മില്ല, മാനത്ത് മാറിയ ആൾക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അല്ലാഹ്, ഇത് എന്താണ് കാര്യത്തിന്റെ ഒക്കെ അടിസ്ഥാനം? ആദ്യമായി വെള്ളത്തിലേക്ക് യാത്രക്കിറങ്ങുക ആദ്യത്തെ മനുഷ്യൻ. ആ മനുഷ്യൻ അള്ളാഹു എന്ത് കൊടുത്തു? ബിസ്മില്ല. റഹ്മാൻ റഹീം ഇല്ല. റഹ്മാൻ റഹീം ആദ്യം കൊടുത്തത് മാനത്ത് പാറാൻ തുടങ്ങിയ ആളാ. ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. പിന്നെ